നാം നമ്മുടെ ശത്രുവാണ്, ബന്ധുവുമാണ്. സ്വയം ഉയർത്തുമ്പോൾ, ഉണർത്തുമ്പോൾ ബന്ധുവാണ്. അധമ വികാരങ്ങളെ താലോലിക്കുമ്പോൾ, ആ മനസ്സിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ ശത്രുവുമാണ്. വിവേകമാർജിച്ച ബുദ്ധി കൊണ്ട് തളർന്നു കിടക്കുന്നു മനസ്സിനെ ഉണർത്തണം. സ്വാത്മാവിനെ ഒരിക്കലും താഴ്ത്തരുത്. സ്നേഹമുണ്ടെങ്കിൽ ഒരാൾക്കും ഒരാളുടെയും ദോഷം കാണാൻ സാധ്യമല്ല. അസൂയയിൽ നിന്നാണ് എല്ലാ ദോഷങ്ങളും ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ ഗുണങ്ങളിൽ ദോഷത്തെ ആവിഷ്കരിക്കുന്നതാണ് അസൂയ. അസൂയ ഒഴിഞ്ഞെങ്കിൽ മാത്രമേ പരമമായ സത്യത്തെ അറിയുവാൻ കഴിയുകയുള്ളൂ. സത്യം കൈവിടാതെ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. അവിടെ മനഃശാന്തി ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ നമുക്ക് വേണ്ടത് മനഃശാന്തിയാണ്. എല്ലാം ഉണ്ട്. വലിയ ബംഗ്ലാവുണ്ട്, ഏക്കർ കണക്കിന് കൃഷിസ്ഥലമുണ്ട്. എന്നും നെല്ല് കൊയ്ത് മുറ്റത്ത് കൂമ്പാരമായി കൂട്ടിവെച്ചത് കാണാം. വില കൂടിയ കാറുകളുണ്ട്. വീട്ടുജോലിക്ക് പുറത്താളുകൾ, അകത്താളുകൾ, അത് വേറെയുണ്ട്. കോടിക്കണക്കിന് ബാങ്ക് ബാലൻസും ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. എന്നിട്ടോ പക്ഷെ മനഃശാന്തി മാത്രമില്ല. മനഃശാന്തിയേക്കാൾ വലിയ സ്വത്ത് എന്താണുള്ളത്? അവിടേക്ക് വരുന്നവർക്ക് പല സഹായങ്ങളും കൊടുക്കാറുണ്ട്. പക്ഷെ മനഃശാന്തി മാത്രം കൊടുക്കാൻ കഴിയില്ല. പലരുടെയും വഴക്കടി, പലരുമായിട്ടും വഴക്കിടേണ്ടി വന്നിട്ടുണ്ട്. മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഇറങ്ങിപ്പോകുന്നവർ ശപിച്ചു പോകും. അങ്ങനെ ശപിച്ചു പോകുന്നവർ, പ്രാഗിപ്പോകുന്നവർ, ഇതെല്ലാം ആ വീട്ടിലെ നിത്യസംഭവങ്ങളാണ്. നമുക്ക് മനഃശാന്തി ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് സൗഹൃദത്തോടും ശാന്തിയോടും പെരുമാറാൻ കഴിയില്ല. എങ്ങനെ സാധിക്കും? നമുക്കില്ലല്ലോ. നമുക്കുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? ആത്മാഭിമാനത്തിൻ്റെ ഘടകങ്ങൾ വ്യക്തിത്വത്തിൽ ഇല്ലെങ്കിൽ അവ മറ്റുള്ളവരുമായി പങ്കുവെക്കാനാവില്ല. നാം ആദ്യം സത്യസന്ധനായി സ്വയം വിലയിരുത്തി നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. വിമാനത്തിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം ഓക്സിജൻ മാസ്ക് ധരിക്കൂ, എന്നിട്ട് നിങ്ങളുടെ കുട്ടിയെ സഹായിക്കൂ എന്നാണ്. ഇത് സ്വാർത്ഥതയല്ല. നിങ്ങൾക്ക് ശാരീരശക്തി ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ ശാരീരികമായി സഹായിക്കാൻ കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. നമുക്ക് മനഃശാന്തി ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ മാനസികമായി സഹായിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോഴും മനഃശാന്തി തേടി അലയുകയാണ്. ഇവിടെയെല്ലാം അമ്പലങ്ങളായ അമ്പലം മുഴുവനും, ആശ്രമങ്ങളായ ആശ്രമങ്ങൾ മുഴുവനും സിദ്ധന്മാരുടെ കാൽച്ചുവട്ടിൽ വീണിട്ടും ഒരിത്തിരി മനസമാധാനത്തിന് വേണ്ടി ഓടുന്നു. കസ്തൂരി മണം പിടിച്ചോടുന്നത് പോലെയാണ് ഇന്ന് മനുഷ്യൻ മനഃശാന്തിക്ക് വേണ്ടി ഓടുന്നത്. കസ്തൂരിമാനിൻ്റെ മൂക്കിൻ തുമ്പത്ത് തന്നെയാണ്
കസ്തൂരി ഉള്ളതെന്ന് ആ മാൻ അറിയുന്നില്ല. അതുപോലെ നാം തിരഞ്ഞോടുന്ന മനഃശാന്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് മനുഷ്യൻ അറിയുന്നില്ല. റേഷൻ കടയിൽ ചെന്ന് റേഷൻ കാർഡ് കൊടുത്താൽ മനഃശാന്തി കിട്ടുമോ? അവിടുന്ന് കിട്ടില്ലല്ലോ. അവനവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് മനഃശാന്തി. അതാരും നമുക്ക് കൊണ്ടുതരികയില്ല. അടുത്ത വീട്ടിൽ ധാരാളം മനഃശാന്തി ഉണ്ട്, ഇവിടുന്ന് കുറച്ച് വാങ്ങിക്കൊണ്ടുപോയിക്കുമെന്ന് അവരും പറയുകയില്ല. നമ്മുടെ പ്രവർത്തനം, ചിന്ത, സുഖദുഃഖങ്ങളെ സമഭാവനയോടെ കാണുവാൻ കഴിയുക, സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുക. അപ്പോഴേ നമുക്ക് മനഃശാന്തി ഉണ്ടാവുകയുള്ളൂ. ആ മനഃശാന്തി ഉണ്ടാവാൻ നാം ആദ്യം മനസ്സ് നിറയെ നല്ല ചിന്തകളെ വളർത്തുക. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.